19 വയസ്സുകാരിയായ ചിത്രപ്രിയ സ്വപ്നങ്ങളുമായി മുന്നോട്ടു പോയ ഒരു വിദ്യാർത്ഥിനി. ബംഗളൂരുവിൽ പഠിച്ച് വീട്ടിലേക്ക് അവധിക്കായി വന്ന് ജീവൻ നഷ്ടപ്പെട്ട പെൺകുട്ടി. കൊന്നത് ആൺസുഹൃത്ത്. സംശയത്തിന്റെ പിന്നിലുണ്ടായ വഴക്കാണ് എല്ലാറ്റിനും കാരണമെന്ന് മൊഴി കൊടുത്ത് ആൺസുഹൃത്ത്. ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം വളരെ സങ്കീർണവും അതിനേക്കാൾ നമ്മുടെ ഹൃദയങ്ങളെ കത്തിക്കുന്നതുമായ ഒരു വിഷയമാണ്. ബാധ്യതയോ തിരിച്ചറിവോ ഇല്ലാത്ത ബന്ധങ്ങളിൽ വീണുപോകുന്ന പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ജീവിതത്തെക്കുറിച്ചാണ്. അത് തകരുമ്പോൾ മാതാപിതാക്കൾ അനുഭവിക്കുന്ന താങ്ങാനാവാത്ത വേദന, അതൊന്നും അറിയാതെ സ്വപ്നങ്ങൾ കെട്ടിപ്പടുക്കുന്ന കുട്ടികളുടെ ലഘുവായ വിശ്വാസം. നമ്മുടെ കാലത്ത് പ്രണയമെന്നൊരു വാക്ക് കേട്ടാൽ അത് പാപമോ കുറ്റമോ അല്ല. പക്ഷേ തിരിച്ചറിയാതെ ആരെയാണ് വിശ്വസിക്കുന്നത്, എവിടെയാണ് പോകുന്നത്, അങ്ങേയറ്റം അപകടകരമായ സാഹചര്യങ്ങളിൽ എങ്ങനെ കുടുങ്ങുന്നു, ഇവയെല്ലാം പലപ്പോഴും ഒരു ജീവൻ വരെ നഷ്ടപ്പെടുന്നു എന്നത് നമ്മളെ എല്ലാവരെയും ഞെട്ടലുണ്ടാക്കുന്നു. ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചാൽ നമ്മൾ പലപ്പോഴും കുറ്റം പറയുന്നത് പെൺകുട്ടികളെയാണ്. പക്ഷേ അകത്ത് പൊള്ളുകയാണ് ഒരു അമ്മയുടെ ഹൃദയം. അവർക്ക് ഉറങ്ങാൻ പോലും കഴിയാതെ ഇത് കേൾക്കുന്ന കുട്ടികളായ നിങ്ങളോട് പ്രണയിക്കരുതെന്നല്ല പറയുന്നത്. പ്രണയിക്കുമ്പോൾ സുരക്ഷിതമായ ബന്ധങ്ങളിൽ മാത്രം പ്രവേശിക്കുക, വിശ്വാസത്തിൽ കബളിപ്പിക്കപ്പെടാതിരിക്കുക. പെൺകുട്ടികളോട് ഒരപേക്ഷ: നിങ്ങൾ നിങ്ങളെക്കാൾ കൂടുതലായി സ്നേഹിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കളാണ്. നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ഭാവിയെക്കുറിച്ചും സ്വപ്നങ്ങൾ നെയ്തു കൂട്ടുന്നവരാണ് മാതാപിതാക്കൾ. അപകടകരമായ ബന്ധങ്ങളിലും തെറ്റായ വിശ്വാസങ്ങളിലും വീഴുന്നത് ഇന്നത്തെ തലമുറകളുടെ ഒരു വലിയ വെല്ലുവിളിയാണ്. ഇത് ആരെയും കുറ്റം ആരോപിക്കാൻ വേണ്ടിയുള്ള വിഷയമല്ല, മറിച്ച് നമുക്ക് എല്ലാവർക്കും പഠിക്കാനും ശരിയാക്കാനും കഴിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ സുഹൃത്ത് എല്ലാവരും നല്ലവരാണെന്ന് വിശ്വസിക്കരുത്. എനിക്ക് അറിയുന്ന ആളാണ്, എനിക്ക് വിശ്വാസമുള്ള ആളാണ് എന്നൊരു സെൻറ്റൻസ് കൊണ്ടൊന്നും ആരെയും പൂർണ്ണമായും ജീവിതത്തിലേക്ക് അനുവദിക്കരുത്. വിശ്വാസം വളരാൻ സമയം ആവശ്യമാണ്. ബന്ധങ്ങൾ നിലനിൽക്കാൻ മെച്യൂരിറ്റി വേണം. സേഫ്റ്റി ഫസ്റ്റ് ആണെന്ന തിരിച്ചറിവ് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകണം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എവിടെ പോകുന്നു, ആരോടൊപ്പമാണ് പോകുന്നത് എന്ന് വീട്ടിൽ പറയുന്നത് ദൗർബല്യമല്ല, അതൊരു സുരക്ഷയാണ്. വീട്ടിൽ പറയുമ്പോൾ അവർ തടുക്കുമെന്നല്ല ചിന്തിക്കേണ്ടത്, മറിച്ച് എൻ്റെ ജീവിതം വിലപ്പെട്ടതാണെന്ന തിരിച്ചറിവാണ് ഉണ്ടാകേണ്ടത്. മൂന്നാമത്തെ കാര്യം, എന്തെങ്കിലും അസ്വസ്ഥതയോ സംശയാസ്പദമായ പെരുമാറ്റമോ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ആരോടെങ്കിലും ഷെയർ ചെയ്യുക. ആരെങ്കിലും അമിതമായി നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അതിൻ്റെ പേര് പ്രണയമെന്നല്ല. നിങ്ങളുടെ ഫ്രീഡം കെട്ടിപ്പൂട്ടുന്നുവെങ്കിൽ അത് സ്നേഹവുമല്ല, അതൊരു സൂചനയാണ്. അതിൽ നിന്ന് മാറി നിൽക്കുന്നത് ഒരു ധൈര്യമാണ്. ഇനി മാതാപിതാക്കളോട്: നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സുരക്ഷ നിങ്ങളുടെ കുട്ടികളെ തുറന്ന മനസ്സോടെ കേൾക്കുകയാണ്. കുട്ടികൾക്ക് സ്വന്തം പ്രശ്നങ്ങൾ പറയാൻ പേടിയുള്ള ഒരു വീടാകരുത്. എൻ്റെ മകൾ അല്ലെങ്കിൽ മകനെ ഞാൻ വിശ്വസിക്കുന്നു എന്ന ആത്മവിശ്വാസം അവർക്ക് ഒരു ശക്തി നൽകും. അവർ ബന്ധത്തെക്കുറിച്ചോ സുഹൃത്തുക്കളെക്കുറിച്ചോ സംസാരിക്കുമ്പോൾ കുറ്റപ്പെടുത്തലല്ല വേണ്ടത്, മനസ്സിലാക്കലാണ് വേണ്ടത്. നിങ്ങൾ അവരെ കേൾക്കുന്നില്ലെങ്കിൽ അവർ കേൾക്കുന്ന ആളുകൾ നിങ്ങളെപ്പോലെ സുരക്ഷിതരായിരിക്കണമെന്നില്ല. ചിത്രപ്രിയ പോയ രാത്രി ആ വീട്ടിലെ വെളിച്ചം മാത്രമല്ല കെട്ടത്, മാതാപിതാക്കളുടെ ഉറക്കവും അവരുടെ കരുത്തുമാണ്. ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾ, അവർ ചിരിക്കുന്ന ഫോട്ടോകൾ, അവളുടെ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ എല്ലാം ഒരു നിമിഷത്തെ ക്രൂരതയിൽ നഷ്ടമായി. അവസാനം ഈ കഥയും നമ്മെ പഠിപ്പിക്കുന്നത്, സ്നേഹത്തിലോ ബന്ധത്തിലോ അനിശ്ചിതത്വം വന്നാൽ അതിനെ കോപത്തിൽ അവസാനിപ്പിക്കുന്നവർക്ക് മനുഷ്യർക്കിടയിൽ ഇടമില്ലെന്നതാണ്.